അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബീഫ് വെച്ചൊരു ബിരിയാണി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണ് ഇനി ഞാൻ വെക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടുകളിലൊക്കെ ഈ പെരുന്നാൾ കഴിഞ്ഞല്ലേ ഇറച്ചികളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എന്താ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി വലിയ പീസാക്കിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഉണ്ടോ, നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് ഇറച്ചിയൊക്കെ ഒന്ന് താളിച്ചിടാം. ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. എണ്ണയൊക്കെ ഓരോരോ കൂടുതലും കുറവൊക്കെ അവരോരോ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. 2 സവാള ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നു. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 4 പച്ചമുളക് കൂടെ ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ രമ്പയിലൂടെ നമുക്ക് അതിലേക്ക് പിച്ചിട്ട് കൊടുക്കാം. രമ്പയില ഇടുമ്പം ബിരിയാണിക്ക് നല്ലൊരു മണമൊക്കെയാണ്. നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നിട്ട് നോക്കണം. ഇളക്കി കൊടുക്കാം. 2 തൊണ്ടൻ പച്ചമുളക്, ഞങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്ത് തൊണ്ടൻ പച്ചമുളക് എന്നാണ് പറയുന്നത്. അതായത് എരിവില്ലാത്ത പച്ചമുളക് 2 കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഹാഫ് തീയിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ടി വരും. നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. ഞാൻ 1 തുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചതച്ച് വെച്ച് അതിട്ട് കൊടുക്കാം. ഇഞ്ചി 1 പീസ് എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. 200 ഗ്രാം വരും ചെറിയ ഉള്ളി ചതച്ച് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടുതൽ ഇടുന്നത് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് വഴണ്ടി വരട്ടെ. ഒന്നുകൂടെ അടച്ചു കൊടുക്കാം. നമുക്ക് അപ്പോഴപ്പോഴ് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി മതി. നമുക്ക് ഇതെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു 5-6 വിസിൽ കേൾക്കട്ടെ. ബീഫല്ലേ, നല്ല വേവ് കാണും. അപ്പം ഒരു 6 വിസിൽ കേൾക്കട്ടെ. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിരുന്ന് വിസിൽ കേൾക്കട്ടെ. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. നെയ്ച്ചോറ് വയ്ക്കാൻ ഒരു കുക്കർ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കണക്കാക്കി എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ 2 കപ്പ് അരിക്കാണ് ചോറ് വയ്ക്കാൻ പോകുന്നത്. നമുക്കിനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. 2 തൊണ്ടൻ പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഒരു രമ്പയില വെച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്, 2 കൂടെ അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു തക്കോല ഇട്ട് കൊടുക്കാം. 2-3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിക്ക് കഴുകി വെച്ചിരിക്കുന്ന അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒന്നിനൊന്നിന് തൊടത്തില്ല. കൈമ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഒന്ന് ഇളക്കി കൊടുക്കാം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. 3 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ്. ഇതുപോലെ ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേട്ടാൽ മതി കേട്ടോ. 2 കൂടുതലാവരുത്, എങ്കിൽ ചോറങ്ങ് നല്ല വെന്തോവും. നമുക്ക് കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. ചോറ് റെഡിയായി. വേണ്ടോ ചോറ് നമുക്ക് ഇനി മാറ്റി വെച്ചേക്കാം. ബീഫ് കറി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. നല്ല വെന്ത് കറക്റ്റായി. ഇനി നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ബിരിയാണിക്ക് മല്ലിപ്പൊടി ഇടത്തില്ല. എല്ലാവരും ഇടും, ഞാൻ ഇടത്തില്ല. ഞാൻ ബിരിയാണി വെക്കുമ്പോഴത്തേക്കും ഇറച്ചിക്ക് മല്ലിപ്പൊടി ഇടത്തില്ല. അതിനാണ് നല്ല ടേസ്റ്റ്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ് ബിരിയാണി. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ കിടന്ന വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി ബിരിയാണി ഒന്ന് ദമ്മാക്കാം. ബിരിയാണി ദമ്മാക്കിയാലേ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഒരു പാത്രം അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആ ചോറ് അതിലേക്ക് കോരിയിടാം. ഇനി ഇറച്ചി കറി വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ചോറ് കൂടെ ഇനി അതിൻ്റെ പുറത്തിടാം. ചോറ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൊത്തം ബാക്കിയിരിക്കുന്ന ഇറച്ചി കൂടെ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ആ ചെറിയ തീയിൽ എന്ന് പറഞ്ഞാൽ സിമ്മില്, ലാസ്റ്റ് സിമ്മിലിട്ട് ഒരു 5-10 മിനിറ്റ് അതിലേക്ക് നമുക്ക് അടച്ചു. ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് പ്ലേറ്റിലേക്ക്. സൂപ്പർ ബിരിയാണിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.